Hello dears, welcome back to I4CUT track. So, ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അനലോഗി ടെസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് അനലോഗി ടെസ്റ്റ്. സോ അനലോഗി ടെസ്റ്റ് 3 ടൈപ്പ് ഓഫ് രീതിയിലാണ് നമുക്ക് എന്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് വേർഡ് ബേസ്ഡ് ഉണ്ടാവും, നമ്പർ ബേസ്ഡ് ഉണ്ടാവും, ആൽഫബറ്റിക് ബേസ്ഡ് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ വേർഡ് ബേസ്ഡ് അനലോഗി ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ബേസ്ഡ് അനലോഗി ആയിരിക്കും, അല്ലെങ്കിൽ ആൽഫബറ്റിക് ബേസ്ഡ് അനലോഗി ആയിരിക്കും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ആൽഫബറ്റിക് ബേസ്ഡ് ആണ് അല്ലേ? ആൽഫബറ്റിക് ബേസ്ഡ് ആണ്. സോ ACHJ ഈസ് റിലേറ്റഡ് ടു CEJL, ദെൻ MYDB ഈസ് റിലേറ്റഡ് ടു വാട്ട്? അതാണ് കേട്ടോ ഇത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. അത് ഇങ്ങനെ ഈസ്റ്റു എന്നൊക്കെ എഴുതിയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഇത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അതായത് ACHJ റിലേറ്റഡ് ടു CEJL, ദെൻ MYDB റിലേറ്റഡ് ടു വാട്ട് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ACHJയും CEJLും എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, എങ്ങനെയോ ഒന്ന് അവർ രണ്ടാളും എന്തോ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം എന്ത് ചെയ്യാനും MYDB എന്തോ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. സോ ACHJ എങ്ങനെയാണ് CEJLുമായിട്ട് റിലേറ്റ് ചെയ്തത്? A കഴിഞ്ഞിട്ട് നമുക്കറിയാം B ഉണ്ട്, B കഴിഞ്ഞിട്ട് C ആണ്. അപ്പോൾ A കഴിഞ്ഞിട്ട് ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ ആൽഫബറ്റ് ആണ് C എന്ന് പറയുന്നത്. C കഴിഞ്ഞിട്ടോ CDE, ഓക്കെ, HIJ, ദെൻ JKL അല്ലേ? ഒരു ആൽഫബറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് സ്കിപ്പ് ചെയ്തിട്ട് ദെൻ അടുത്തതായിരിക്കും ഈ ലെറ്റർ എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇത് എഴുതി നോക്കിയാലോ. MYDB എങ്ങനെ എഴുതുക? MNO വരും അല്ലേ? YZ അവിടെ കഴിഞ്ഞല്ലോ. ദെൻ എന്താ ചെയ്യുക? MYZ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ A മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ MY ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. YZ കഴിഞ്ഞാൽ പിന്നെ എയിലേക്ക് പോവും. സോ ഇവിടെ A, ദെൻ D എന്തായിരിക്കും? EF അല്ലേ? DEF വരും ഇവിടെ. B കഴിഞ്ഞാലോ BCD അല്ലേ? CD. അപ്പോൾ OAFD ആണ് നമ്മുടെ ആൻസർ. സോ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇങ്ങനെയാണ് അനലോഗി ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 16 ഈസ് റിലേറ്റഡ് ടു 64, ദെൻ 121 ഈസ് റിലേറ്റഡ് ടു വാട്ട് എന്നാണ് ചോദിച്ചത്. 16 ഈസ് റിലേറ്റഡ് ടു 64, ദെൻ 121 ഈസ് റിലേറ്റഡ് ടു വാട്ട്? ഓക്കെ, അപ്പോൾ ഇത് നമ്പർ ബേസ്ഡ് ആണ്. ഇതിൽ നോക്ക്, 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. ദെൻ 64 എന്താണ്? 4ന്റെ ക്യൂബാണ്. അപ്പോൾ 4ന്റെ സ്ക്വയർ എന്താ? 4ന്റെ ക്യൂബ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ 121 എന്താണ്? 11ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 11ന്റെ സ്ക്വയർ എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? 11ന്റെ ക്യൂബ് ആയിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ 11ന്റെ ക്യൂബ് എന്താണ്? 11 ക്യൂബ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 1331 ആണ് അല്ലേ? അപ്പോൾ 1331 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ. എർത്ത് ഈസ് റിലേറ്റഡ് ടു പ്ലാനറ്റ്, ദെൻ ആപ്പിൾ ഈസ് റിലേറ്റഡ് ടു വാട്ട്? എർത്ത് എങ്ങനെയാണ് പ്ലാനറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത്? പ്ലാനറ്റിൽ ഒന്നാണ് എർത്ത് എന്ന് പറയുന്നത് അല്ലേ? പ്ലാനറ്റിൽ ഒന്നാണ് എർത്ത് എന്ന് പറയുന്നത്. ദെൻ ആപ്പിൾ എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? വെജിറ്റബിളും ആയിട്ടാണോ? വെജിറ്റബിൾസിൽ പെട്ടതാണോ ആപ്പിൾ എന്ന് പറയുന്നത്? അല്ലല്ലേ? ദെൻ ഫ്രൂട്ട്സിലുള്ളതല്ലേ നമ്മുടെ ആപ്പിൾ. സോ എന്തായിരിക്കും? ആപ്പിൾ ഈസ് റിലേറ്റഡ് ടു ഫ്രൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് നോക്കിയേ. 4 ഈസ് റിലേറ്റഡ് ടു 80, ദെൻ 9 ഈസ് റിലേറ്റഡ് ടു വാട്ട് എന്നാണ് ചോദിച്ചത്. 4 ഈസ് റിലേറ്റഡ് ടു 80, ദെൻ 9 ഈസ് റിലേറ്റഡ് ടു വാട്ട്? ഓക്കെ, 4 ഈസ് റിലേറ്റഡ് ടു 80, ദെൻ 9 ഈസ് റിലേറ്റഡ് ടു വാട്ട്? 4 എങ്ങനെയാണ് 80 ആയിട്ട് റിലേറ്റ് ചെയ്ത്? ഈ നമ്പേഴ്സ് ബേസ്ഡ് അനലോഗീസിൽ ഒന്നെങ്കിൽ എന്തായിരിക്കും? അഡീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്താണ്? ക്യൂബ്സ് ആൻഡ് സ്ക്വയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സോ ഈ 80യും 4ഉം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്? നിങ്ങൾ നോക്കിക്കേ. 4 സ്ക്വയർ പ്ലസ് 4 ക്യൂബ് എന്താ? നമുക്കറിയാം 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. ദെൻ 16 പ്ലസ് 64 എന്തായിരിക്കും? 16 പ്ലസ് 64 എന്ന് പറയുന്നത് 80 ആയിരിക്കും. അതല്ലേ ഇത്? ദെൻ 9 എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തത്? 9 റിലേറ്റ് ചെയ്തത് 9 സ്ക്വയർ പ്ലസ് 9 ക്യൂബും ആയിട്ടായിരിക്കും. 9 സ്ക്വയർ പ്ലസ് 9 ക്യൂബ് എന്താ? 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ് അല്ലേ? ദെൻ 9 ക്യൂബ് എന്താ? 729 ആണ് 9 ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 81 പ്ലസ് 729 എന്തായിരിക്കും? 0 1
810 അല്ലേ? അപ്പോൾ 810 ആണ് നമ്മുടെ ആൻസർ. 4 is related to 80 എങ്ങനെയായിരുന്നു? 4 is related to 84 എന്ന് പറഞ്ഞാൽ 4 square plus 4 cube ആണ് 80. Then 9 is related to what? 9 square plus 9 cube. Okay. Then fifth നോക്കിയേ. Small is related to size. Then triangle is related to what? സ്മോൾ എങ്ങനെയാ സൈസുമായിട്ട് റിലേറ്റ് ചെയ്തത്? സൈസിൽ പെട്ടതാണ്. സ്മോൾ ഒരു സൈസാണ് അല്ലേ? ദെൻ ട്രയാങ്കിൾ എന്താ? ട്രയാങ്കിൾ എന്തായിരിക്കും? ട്രയാങ്കിൾ ഒരു ഷേപ്പാണ്. സോ ഷേപ്പ് ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ വേർഡ് ബേസ്ഡൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. എന്താ നിങ്ങൾക്ക് പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിപ്പോൾ സ്മോൾ ഈസ് ടു സൈസ്, ഡബിൾ ഈസ് ടു ട്രയാങ്കിൾ എന്നൊക്കെ വായിക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് ഇതെന്താന്ന് വിചാരിക്കും. നമ്മൾ വായിക്കുമ്പോൾ തന്നെ എങ്ങനെ വായിക്കണം? സ്മോൾ ഈസ് റിലേറ്റഡ് ടു സൈസ്, ദെൻ ട്രയാങ്കിൾ ഈസ് റിലേറ്റഡ് ടു വാട്ട്? അങ്ങനെയാണ് കേട്ടോ ഇത് വായിക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് കത്തും നമുക്ക്. ദെൻ 6th നോക്കിക്കേ. 14 ഈസ് റിലേറ്റഡ് ടു 144. ദെൻ എന്തോ ഒന്ന് റിലേറ്റഡ് ടു എന്താണ്? 289. 289 ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 289 ആണെങ്കിൽ ഇവിടെ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 144 എന്താണ്? 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? 12ൻ്റെ സ്ക്വയർ ആണ് 144. അപ്പോൾ 14 ഈസ് റിലേറ്റഡ് ടു 12 സ്ക്വയർ. ഓക്കെ, 14 ഈസ് റിലേറ്റഡ് ടു 12 സ്ക്വയർ. ദെൻ എന്തായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ 17 സ്ക്വയർ ആണ്. 289 നമുക്കറിയാം 17 സ്ക്വയർ ആണ് 289 എന്നുള്ളത്. അപ്പോൾ 17 എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? 12 ഈസ് റിലേറ്റഡ് ടു 14 എന്ന് പറയുന്നത് 12 + 2 ആണ് 14. ദെൻ 17 എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? 17 + 2. 17 + 2 എത്രയാണ്? 19. സോ 19 ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അനലോഗി ടെസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ വായിക്കുന്നതിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു ആൽഫബറ്റിക് ബേസ്ഡ് ഉണ്ടാവും, നമ്പർ ബേസ്ഡ് ഉണ്ടാവും, ലെറ്റർ ബേസ്ഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇത് പഠിക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് എക്സാമിന് എന്തായാലും വരാൻ പോകുന്ന ക്വസ്റ്റ്യനുമാണ് അനലോഗി ടെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, ദെൻ ബൈ ബൈ.